എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, അന്യോന്യം സ്നേഹിക്കാൻ അറിയില്ലാത്ത ഹൃദയങ്ങൾക്കും കരുണ അറിയാത്ത കണ്ണുകൾക്കും ഈ ഭൂമിയിൽ ഇടമില്ലാത്ത ഒരു ദിനം പെട്ടെന്ന് വരും എന്നുറപ്പാണ്. ഈ കാര്യം അറിയിക്കാനാണ് ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നെടുമ്പാറ ഇൻസ്പിറേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വാർത്ത ഇതുവരെയും ആരും തന്നെ അറിയിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഉള്ളിലെ ആ സ്നേഹമുണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉരുകി കണ്ടങ്ങളിലെത്തി ദേഹം മറന്ന് ഹൃദയം സംസാരിക്കുന്ന ഒരു ദിനം വരണം. അതെങ്ങനെ വരും? എന്ന് വരും? ഇങ്ങനെ വരണമെങ്കിൽ നമുക്ക് സ്നേഹത്തിന്റെ കെമിസ്ട്രിയെ കുറിച്ചൊരു ധാരണ വേണം. എന്താ കെമിസ്ട്രി? നമുക്കറിയാലോ, സ്നേഹം ഒരു രസതന്ത്രമാണെന്ന്. അത് വാക്കുകൾക്ക് അതീതമാണ്. ശരീരത്തിലേക്ക് ഓക്സിറ്റോസിൻ, സിറോണിൻ എന്ന രാസവസ്തുക്കൾ ഇറങ്ങുമ്പോൾ വ്യാപരിപ്പിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണല്ലോ ഈ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം പ്രവൃത്തിയിലൂടെ പ്രകടമാകണം. ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് നിഷ്ക്രിയനായിരുന്നാൽ അതിനർത്ഥമില്ല. അത് പ്രകടിപ്പിക്കണം. എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത്? സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗമുണ്ട്. വളരെ ലളിതമായ മാർഗമാണത്. പക്ഷെ ആരും പ്രകടിപ്പിക്കാറില്ല. നിങ്ങൾ മറ്റൊരാളെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവരെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ, ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറിച്ചു ഇതുപോലും പ്രകടിപ്പിക്കാൻ സാധിക്കാതെ അതിന് ന്യായീകരണങ്ങൾ പറഞ്ഞ് നടക്കുന്നവരുടെ സ്നേഹം വ്യാജം തന്നെയാണ്, നിരർത്ഥകമാണ്. ഒരു സംശയവുമില്ല. ഇത് മനഃശാസ്ത്രത്തിന്റെ നിഗമനമാണ് കേട്ടോ. നമ്മുടെയൊക്കെ സ്നേഹത്തിന് ഒരു പൊളിറ്റിക്സും ഒരു ഈഗോ ഒക്കെ ഇല്ലേ? ഉണ്ട്, തീർച്ചയായും. അത് മാറ്റിയാൽ നമ്മുടെ സ്നേഹം അമൃതാകും, സ്വർഗമാകും, യാതൊരു സംശയവുമില്ല. അത് നടക്കുന്ന കാര്യമാണോ? അതിനിത്തിരി പുളിക്കൂലേ? എന്തുകൊണ്ടാണ് പുളിക്കുന്നത്? നമ്മുടെ മനസ്സ് ആരോഗ്യകരമായ നിലവാരത്തിലേക്ക് ഉയരാതിരിക്കുന്നിടത്തോളം കാലം അന്യോന്യം സ്നേഹിക്കാനും സേവിക്കാനുമുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായില്ല. അമ്മയുടെ സ്നേഹം നോക്കിയേ, നമ്മുടെ പെറ്റമ്മയുടെ സ്നേഹം നോക്കൂ. കുട്ടി എത്ര വലുതായാലും സ്നേഹം കുറയുമോ? ഇല്ല. ഒരു പിഞ്ചു കുഞ്ഞ്, ഒരു വയസ്സുകാരൻ അമ്മയുടെ മടിയിലിരുന്ന് മുടി വലിച്ചു പറിച്ചാലോ കവിളിൻ്റെ അടിച്ചാലോ അമ്മ എന്തെങ്കിലും പറയുമോ? ഒന്നും പറയില്ല. മാത്രമല്ല, ആ കുഞ്ഞിന്റെ കൈ മാറ്റി അവനിട്ടൊരു മുത്തം കൂടെ വെച്ചു കൊടുക്കും, അല്ലേ? ഈ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലുള്ള സ്നേഹമൊക്കെ എന്തോന്നും സ്നേഹമാണ്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലുമില്ല. ആ സ്നേഹത്തിനൊരു ഹൃദ്യതയുമില്ല. വ്യാജ സ്നേഹം പോലെയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ മനുഷ്യനും മറ്റൊരാളെ കാരുണ്യത്തോടെ നോക്കിയാൽ പോലും നമുക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാം. ഇത് എൻ്റെ അഭിപ്രായം കേട്ടോ. നമുക്കറിയാം, സ്നേഹം രണ്ട് തരത്തിലുണ്ട്, അല്ലേ? ഒന്ന് അൺകണ്ടീഷണൽ ലവ്, നിബന്ധനകളില്ലാത്ത സ്നേഹം. രണ്ട് കണ്ടീഷണൽ ലവ്, നിബന്ധനകൾ ഉള്ള സ്നേഹം. ഈ നിബന്ധനകൾ ഇല്ലാത്ത സ്നേഹത്തിന് ചില വ്യവസ്ഥകളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് പണവും പദവിയും സൗന്ദര്യവും ഒക്കെ വേണം, ആരോഗ്യം വേണം, അങ്ങനെയുള്ള നിബന്ധനകളുള്ള സ്നേഹമുണ്ട്. ആ സ്നേഹം വ്യാജമാണ്, കപടമാണ്. അവൻ മധുരമായി സംസാരിക്കുകയും ശാലീനമായി പെരുമാറുകയും ചെയ്യുമ്പോൾ അതിൽ നിഗൂഢത ഉണ്ടായേക്കാം. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ നാം വഞ്ചിതരായേക്കാം. പക്ഷേ അൺകണ്ടീഷണൽ ലവിന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ കുബേരനെന്നോ കുചേലനെന്നോ നോട്ടമില്ല, വിരൂപനെന്നോ സുന്ദരനെന്നോ നോട്ടമില്ല. ഉണ്ടോ? രോഗിയെന്നോ രോഗമില്ലാത്തവനെന്നോ നോട്ടമില്ല. നിർവ്യാജ സ്നേഹം. അതല്ലേ വാസ്തവത്തിൽ ദൈവസ്നേഹം എന്ന് പറയുന്നത്. അതിനെയാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ നിബന്ധനകളില്ലാത്ത വല്ല സ്നേഹമൊക്കെ ഉണ്ടോ? ഈ പഠിപ്പും പണവും പദവിയും കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നവരിലെ അധികവും സ്വന്തം സഹോദരങ്ങളെ കരടില്ലാത്ത സ്നേഹിക്കാൻ കഴിയാത്തവന്റെ പേരിന് മുന്നിൽ എത്ര വാല് കിളിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സൗന്ദര്യമില്ലാത്ത വിരൂപരെ സ്നേഹിക്കാൻ പോവോ? അനിയത്തോടാ ചോദിക്കുന്നത്, ചേട്ടനോടാ ചോദിക്കുന്നത്. ഇന്ന് അധികം പേരും പണക്കാരോട് മാത്രമായി സ്നേഹം കാണിക്കുകയും കൂറ് പുലർത്തുകയും ചെയ്യുന്നവരായിട്ടാണ് കണ്ടുവരുന്നത്. അതിനെയാണ് ഈ വ്യവസ്ഥകളോടുകൂടിയുള്ള കണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അത് വ്യാജവും കപടവുമായ സ്നേഹമാണ്. സ്നേഹം പലവിധമുണ്ട്, നമുക്കറിയാമല്ലോ. ചെന്നായയും ആടിൻ്റെയും കഥ നമുക്കറിയാം. ഒരിക്കലൊരു ആട്
വലിയൊരു പാറയുടെ മുകളിൽ കയറി അവിടെയും ഇവിടെയുമുള്ള ചെറിയ ചെടികളും പുല്ലുകളും ഒക്കെ നക്കി തിന്നുകൊണ്ടിരിക്കുക. അത് അതിൻ്റെ സ്വഭാവം. പാറയുടെ താഴെ ഒരു ചെന്നായ നിൽപ്പുണ്ട്. ആടിനെ കണ്ടപ്പോൾ ചെന്നായ കൊതി തോന്നി, വായിൽ വെള്ളമൂറി. പക്ഷെ അവിടേക്ക് നടന്നു കയറാൻ ചെന്നായ്ക്ക് ധൈര്യം പോരാ. വഴുവഴുപ്പുള്ള പാറയാണ്. കാൽ തെറ്റി വീണാൽ പൊടി പോലും കാണില്ല. എന്തെങ്കിലും സൂത്രം പറഞ്ഞ് ആടിനെ താഴെ വരുത്താനുള്ള പണിയായി ചെന്നായ്ക്ക്. അതിനായി ഈ കക്ഷി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആടിയനീത്തി, നീ എന്ത് വിഡ്ഢിത്തരമാണ് ഈ കാണിക്കുന്നത്? ഇത്രയും ഉയരമുള്ള പാറയിൽ നിന്ന് കാൽ തെറ്റി വീണാൽ എന്ത് സംഭവിക്കുന്നു നിനക്കറിയില്ലേ? വേഗം താഴേക്ക് ഇറങ്ങി വാ. ആടിത് കേട്ട ഭാവം കാണിച്ചില്ല. ചെന്നായി വീണ്ടും പറഞ്ഞു, നോക്കൂ, വലിയ കാറ്റും മഴയും വരാൻ പോകുന്നു. ഇടിവെട്ടുന്നീ കേട്ടില്ലേ? വേഗം താഴേക്ക് ഇറങ്ങി വരൂ. അപ്പോഴും ആട് കേട്ട ഭാവമില്ല. എന്തിനാ ആടെനീത്തി നീ പോയത്? എത്ര രുചികരമായ കോതപ്പുല്ല് താഴെ നിൽപ്പുണ്ട്, ഇറങ്ങി വാ, നിന്റെ വിശപ്പടങ്ങുവോളം നിനക്ക് തിന്നാം. ഇത് കേട്ടപ്പോ ആടെനീത്തി പറഞ്ഞു, പ്രിയ ചെന്നാച്ചേട്ടാ, ആരുടെ വിശപ്പടങ്ങുന്ന കാര്യമാണ് ചേട്ടൻ ഈ പറയുന്നത്? ആട് മറുപടി പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു. വ്യാജ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന ഒരു മിനി കഥയാണ് കേട്ടോ ഇത്. സ്നേഹം പലവിധമുണ്ടെന്ന് നമുക്കറിയാം. കരുതലുള്ള സ്നേഹം, അന്വേഷണ സ്നേഹം, പങ്കുവയ്ക്കുന്ന സ്നേഹം. ഈ സ്നേഹമൊക്കെ പൊട്ടിമുളയ്ക്കുന്ന എവിടുന്നാ പൊട്ടിമുളയ്ക്കുന്നത്? നിർമ്മല ഹൃദയത്തിൽ നിന്ന്, നിർമ്മല മനസാക്ഷിയിൽ നിന്നാണ്, ക്ലീൻ മൈൻഡിൽ നിന്നാണ്, നിർവ്യാജ വിശ്വാസത്തിൽ നിന്നാണ് ഈ സ്നേഹം പൊട്ടിമുളയ്ക്കുന്നത്. ശുദ്ധ ഹൃദയത്തിൽ നിന്നാണ്, അതായത് പ്യൂർ ഹാർട്ടിൽ നിന്നാണ് സ്നേഹം പൊട്ടിമുളയ്ക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ സ്നേഹിക്കാൻ നമുക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ശിശുക്കളെ പോലെ ആകണമെന്ന് യേശുദേവൻ പറഞ്ഞത്. എന്തുണ്ട് വിശേഷങ്ങൾ, സുഖം തന്നെയല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഇതൊക്കെ അന്വേഷണത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്. എന്നാൽ പലർക്കും അതിന് സാധിക്കാതെ പോവുകയാണ്. മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു നൽകുമ്പോഴാണ് നമുക്ക് സ്നേഹം ലഭിക്കുന്നത്. സംശയമുണ്ടോ? ആരെയും സ്നേഹിക്കാത്ത മനുഷ്യന് തന്നെ ആരെങ്കിലും സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കാൻ എന്ത് അവകാശം? പറയൂ. എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നു എന്ന മനോഭാവം ശരിയല്ല. ശരിയാണോ? അല്ല, അത് ബാലിശമായ മനോഭാവമാണ്. മറിച്ച് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന മട്ടിലുള്ള ചിന്തയും മനോഭാവവും പ്രവൃത്തിയുമാണ് ആരോഗ്യകരമായ സ്നേഹത്തിന് അടിസ്ഥാനം. മിക്കവരും സ്നേഹം കൊടുക്കാൻ തയ്യാറാണ് അല്ലേ? പക്ഷെ ഇങ്ങോട്ട് സ്നേഹം കിട്ടിയെങ്കിൽ മാത്രം. നമ്മളിൽ പലരും അങ്ങനെയല്ലേ? സ്വയം ചോദിക്കൂ, ഒരാളെ സ്നേഹിക്കുവാൻ അയാൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ നാം എന്തിനു കാത്തിരിക്കണമെന്നേ? ആ കാത്തിരിപ്പ് ആരോഗ്യമുള്ള സ്നേഹത്തിന് ലക്ഷണമല്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്നതാണ് നല്ലത്. മനഃശാസ്ത്രജ്ഞൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഒരു ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യയ്ക്ക് ഒരു പൊതി കരുതി എന്നെ ഓർക്കും. ഞാൻ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഒരു പൊതി കരുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല. ഉള്ളിളക്കം എത്ര ചെറുതായാലും ഉള്ളിലെ സ്നേഹത്തിന്റെ പ്രകടനം കൂടിയാണ് അതെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവും. സ്ത്രീകളെ മനസ്സിലാക്കാനുള്ളതാണ് കേട്ടോ. ഈ സ്നേഹം എന്ന് പറയുന്നത് അവരെ മനസ്സിലാക്കാനുള്ളതാണ്. അവർ സ്നേഹത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് സ്നേഹിക്കാനുള്ള കഴിവ് കൂടുതലാണ്. യുക്തി കൊണ്ടോ തർക്കം കൊണ്ടോ അല്ല അവർ ജീവിക്കുന്നത്. ഇതാണല്ലോ പഴമൊഴി. സ്നേഹം നിങ്ങളിൽ കുറഞ്ഞു പോകുന്നുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉണ്ടെങ്കിൽ നമുക്ക് പരിഹാര മാർഗമുണ്ട്. നിങ്ങളിൽ സ്നേഹം കുറയുന്നുണ്ടോ? കുറയുന്നുണ്ട്. സ്നേഹം കുറയാനുള്ള കാരണം എന്താ? പരസ്പര ബഹുമാനവും വിശ്വാസവും കുറയുമ്പോൾ സ്നേഹം കുറയും. ഒട്ടേറെ വീഴ്ചകൾ ചെയ്തെങ്കിൽ മാത്രമേ ബന്ധം നിലനിൽക്കുകയുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് വന്നാൽ എന്തു കുറയും? സ്നേഹം കുറഞ്ഞു പോകും. അതുപോലെ നിഗൂഢവും നിഷ്പക്ഷവുമായ നിശ്ചിതമായ ഉദ്ദേശങ്ങൾ ഓരോ പ്രവൃത്തിയുടെയും മുന്നിൽ കാണുമ്പോൾ സ്നേഹം കുറയും. കുറ്റങ്ങൾ പറയാൻ ഉത്സാഹം കാണിക്കുക, കൂടുതൽ സമയം നിശബ്ദത പാലിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്നേഹം കുറയുന്നേ. ദമ്പതികളിൽ ഒരാൾ പറയുന്നത് മറ്റൊരാൾ ശ്രദ്ധിക്കാതിരിക്കുകയും കേൾക്കാതിരിക്കുകയും ചെയ്താൽ സ്നേഹം കുറയില്ലേ? മറ്റുള്ളവരിലുള്ള നന്മകളും മഹത്വവും അംഗീകരിക്കാൻ നിങ്ങൾ വൈമുഖ്യം കാണിക്കുന്നുണ്ടോ? തീർച്ചയായും കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ സ്നേഹം കുറയും. വിഷാദ മനോഭാവവും അസൂയയും അതുപോലെ പരസ്പര അകൽച്ചയും വർദ്ധിക്കുക. ഒരു കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനോ തീരുമാനമെടുക്കാനും കഴിയാതെ വരിക. രണ്ടുപേരും കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ചിന്തിച്ച് രണ്ട് ലോകത്തിലാകുക. ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് സ്നേഹം കുറയും. സാരമില്ല, ഇതൊക്കെ മനുഷ്യ സ്വഭാവമാണ്, സാധാരണമാണ്. ഇതിന് മരുന്നുണ്ട്, പരിഹാരമുണ്ട്. അതും കൂടി പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ.
അതിനായി സ്നേഹം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതാണ് ഞാൻ അവസാനമായി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിലൂടെ എല്ലാ ഹൃദയങ്ങളിലും സ്നേഹം വ്യാപരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ പ്രവൃത്തിയിൽ ഒന്ന് കൊണ്ടുവരാമോ? അതിന് ഒരു പൈസ പോലും മുടക്കില്ല. പ്രിയപ്പെട്ടവരെ, അതിന് പൈസ മുടക്കില്ല എന്നുകൊണ്ട് അതിന് വിലയില്ലാതാക്കി കളയരുതേ. ഒന്ന് കേൾക്കൂ. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വിസ്മരിച്ചുകൂടാ. എങ്ങനെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ സന്ദർഭം കിട്ടുമ്പോഴെല്ലാം ആ വേദന ശമിപ്പിക്കാൻ കഴിവതും ചെയ്യുക. അപ്പോൾ സ്നേഹം വർദ്ധിക്കും, യാതൊരു സംശയവുമില്ല. ഒന്നിച്ച് സൗഹാർദ്ദത്തോടെ കഴിയാൻ സമയം കണ്ടെത്താറുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടെത്തുക. അവിടെ സ്നേഹം വർദ്ധിക്കും. പരസ്പര താല്പര്യങ്ങൾ പങ്കുവയ്ക്കുക. വികാര തീവ്രതയോടെ രതിബന്ധത്തിൽ മുഴുകിയാലും സ്നേഹം വർദ്ധിക്കുമെന്നാണ് മനഃശാസ്ത്ര നിഗമനം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിന്റെ പുറകെ പോകാനല്ലേ ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. ആദ്യം നമുക്ക് ആകർഷണീയമായി തോന്നിയതും ശേഷം അരോചകരമായി തോന്നിയതുമായ കാര്യങ്ങളുടെ വിശദാംശം മനസ്സിലാക്കി അത് ഒഴിവാക്കുക. സ്നേഹത്തിനുമുണ്ട് പൂക്കാലവും ഇലപൊഴിയും കാലവും ഒക്കെ. ഈ താളക്രമം മനസ്സിലാക്കി പ്രവർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, സ്നേഹം വർദ്ധിക്കും. ഇതൊക്കെ ഒന്ന് ചെയ്താൽ മതി. നിങ്ങളുടെ സ്നേഹം തീർച്ചയായിട്ടും വർദ്ധിച്ചു തുടങ്ങും. കത്തുന്നതിന് മുമ്പ് ജ്വലിക്കുന്ന സ്നേഹം ഒരിക്കലും നിലനിൽക്കില്ല കേട്ടോ. ഇത് എൻ്റെ സുഹൃത്തു കൂടിയായ കെ മാധവൻകുട്ടി സാർ പറഞ്ഞതാണ്. സ്നേഹബന്ധം സ്ഥാപിക്കുന്നത് സാവധാനത്തിലാകണമെന്ന സോക്രട്ടീസും സ്നേഹവും കരുണയും മാത്രമേ അഹിംസയ്ക്ക് പിന്നിലുള്ളൂ എന്ന് ഹൈന്ദവവും മുഹമ്മദ്, അതായത് സ്നേഹമുള്ളവരെ ദൈവം സ്നേഹിക്കുമെന്ന് ഇസ്ലാമും. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ ദാനം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് സ്നേഹമാണെന്ന് ബൈബിളും പറയുന്നു. സ്നേഹം എല്ലാ മതങ്ങളിലും ദൈവത്തിന്റെ മുഖമാണ് കാണിക്കുന്നത്. അത് നൽകുന്നവൻ ദൈവത്തിന്റെ തൊട്ടിലിൽ കിടക്കുകയാണ്. സ്നേഹം ഒരു നാളും മുതിർന്നു പോകില്ല. സ്നേഹത്തിലൂടെ സ്വയം ആസ്വദിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ആകട്ടെ നമ്മുടെ ശ്രമം. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. നിങ്ങൾ പ്രവർത്തന മേഖലയിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയിൽ നിങ്ങൾ ഉയർന്നു വരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യുകയും മറക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.